പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ്മ മാത്യു, ബീന ടീച്ചർ. എൻ്റെ കഥയുടെ ഇന്ദ്രജാലം എന്ന ചാനലിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. ഈ അധ്യായം ഓർമ്മയുടെ ഇന്ദ്രജാലത്തെക്കുറിച്ചാണ്. ഓർമ്മകളില്ലാത്ത മനുഷ്യരുണ്ടോ? ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ നമ്മെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഓർമ്മകളല്ലേ? നമ്മൾ വ്യാപരിക്കുന്ന ഈ നിമിഷം അവസാനിക്കുമ്പോൾ തന്നെ അത് ഓർമ്മകളായി മാറുന്നു. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അനുഭവിച്ചറിഞ്ഞ് സ്മൃതി മണ്ഡലത്തിൽ ചേക്കേറുന്ന അനുഭവങ്ങളാണ് ഓർമ്മകൾ. ഈ ഇന്ദ്രിയ അനുഭവങ്ങളെയാണ് പൊള്ളുന്ന ഓർമ്മകൾ, സുഗന്ധമുള്ള ഓർമ്മകൾ, മധുരമുള്ള ഓർമ്മകൾ, ഇമ്പമുള്ള ഓർമ്മകൾ, ഭംഗിയുള്ള ഓർമ്മകൾ എന്ന് വേർതിരിക്കുന്നത്. എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത് 3 വയസ്സ് മുതലാണ്. അമ്മയുടെ നാടായ തലയോലപ്പറമ്പിലെ എംസിസ് സിനിമ കൊട്ടകയിൽ തറവാട്ടമ്മ എന്ന ചിത്രം കാണാൻ പോയത് മുതൽ. ഉറങ്ങിക്കിടന്ന എന്നെ നൈലക്സിൻ്റെ ഉടുപ്പണിയിച്ച് ഒരുക്കിയത്. ആ ഉടുപ്പിന് മണ്ണിൻ്റെ നിറമായിരുന്നു. അതിൽ കറുത്ത പൂക്കളും ചിത്രശലഭങ്ങളും ഉണ്ടായിരുന്നു. ഉറക്കമുണർന്നതിൻ്റെ സങ്കടത്താൽ ചിണുങ്ങി കിടന്നിരുന്ന എന്നെ അമ്മയുടെ ബന്ധുവായ മലബാറിലെ കുഞ്ഞു ചേട്ടൻ തോളിൽ കിടത്തിയാണ് കൊട്ടകയിലേക്ക് കൊണ്ടുപോയത്. വീടിനടുത്തായിരുന്നു സിനിമ കൊട്ടക. വരമ്പിലൂടെ നടന്ന് കടമ്പ കടന്ന് റോഡിലെത്തിയാൽ തിയേറ്ററിലേക്കുള്ള വഴിയായി. എൻ്റെ കസിൻസായ വർക്ക് കുഞ്ഞു ചേട്ടനും തെയ്യാക്കുട്ടി ചേച്ചിയും ചെറിയ അച്ഛനും കൂടെ ചന്തയിലമ്മയും ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൂമ്മയെ ഞാൻ ചന്തയിലമ്മ എന്നാണ് വിളിച്ചിരുന്നത്. തെയ്യാക്കുട്ടി ചേച്ചിയും വർക്കിക്കുഞ്ഞു ചേട്ടനും അമ്മച്ചനെന്നും ലിസിയമ്മ ചേച്ചി കോല അമ്മയെന്നും വിളിച്ചിരുന്നു. സിനിമയിലെ രംഗങ്ങൾ കൺമുൻപിൽ കാണുന്നത് പോലെ ഇന്നും മനസ്സിലുണ്ട്. കുടുംബചിത്രമായ തറവാട്ടമ്മയിൽ സത്യനും ഷീലയും ഭാര്യയും ഭർത്താവുമായാണ് അഭിനയിച്ചിരുന്നത്. സിനിമയിലെ ഗാനരംഗങ്ങൾ അഭ്രപാളികളിൽ എന്ന പോലെ മിഴിവോടെ ഓർമ്മയിലുണ്ട്. ഗർഭിണിയായ ഭാര്യയെ പ്രസവത്തിനായി അവളുടെ വീട്ടിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ ഭർത്താവ് പാടുന്ന ഗാനമാണ് മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്നു, ദുഷ്ടനാം ദുർവിധി വീണ്ടും, ഇതാ ദുഷ്ടനാം ദുർവിധി വീണ്ടും. രാമായണത്തിൽ ഗർഭിണിയായ സീതയുടെ ആഗ്രഹമായിരുന്നു കാട് കാണുക എന്നത്. കാട് കാണിക്കുവാൻ എന്ന വ്യാജേന ലക്ഷ്മണൻ സീതയെ കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. ഇവിടെ ഗർഭിണിയായ ഭാര്യയെ വീട്ടിലേക്ക് അയച്ചത് സീതയെ വനവാസത്തിന് അയച്ചതിനോട് ഉപമിച്ചിരിക്കുന്നു. മറ്റൊരു ഗാനം ഭർത്താവായ സത്യൻ പാടുന്നതാണ്. കന്നിയിൽ പിറന്നാലും കാർത്തിക നാളായാലും കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തും, എൻ്റെ കണ്ണിന് കണ്ണായി തന്നെ ഞാൻ വളർത്തും. കന്നിമാസത്തിലെ കാർത്തിക നാളിൽ കുഞ്ഞുങ്ങൾ പിറക്കുന്നത് ശുഭകരമല്ല. എന്നാൽ എൻ്റെ തങ്കക്കുടത്തിനെ കണ്ണിന് കണ്ണായി തന്നെ വളർത്തുമെന്ന് അച്ഛൻ പാടുന്നു. ഭാര്യ ഭർത്താക്കന്മാർ അകന്നു കഴിയവേ ഭാര്യയായ ഷീല പാടുന്ന ഗാനമാണ് ഒരു കൊച്ചു സ്വപ്നത്തിൽ ചിറകുമായി അവിടത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ, ഒരു നോക്ക് കാണാൻ, ഒരു വാക്ക് ചൊല്ലാൻ, ഒരുമിച്ചാ ദുഃഖത്തിൽ പങ്കുചേരാൻ. ഈ ഗാനരംഗം ഷീല എത്ര തന്മയത്വത്തോടു കൂടിയാണ് അഭിനയിച്ചിരിക്കുന്നത്. മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഓർമ്മകളാണ് തറവാട്ടമ്മയിലെ രംഗങ്ങൾ. ഇടയ്ക്ക് ഞാൻ ചന്തയിൽ അമ്മയെക്കുറിച്ച് പറഞ്ഞു. എൻ്റെ അമ്മൂമ്മയായ ചന്തയിലമ്മ ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടുള്ള സ്നേഹം മുഴുവനും കൂട്ടിവെച്ചാലും അമ്മയുടെ സ്നേഹത്തിന് തുല്യമാകില്ല. അത്രമാത്രം ആ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ച് വളർന്നതാണ് ഞാൻ. എൻ്റെ കുട്ടിക്കാലം അത്രയും, അതായത് ആശാട്ടിയുടെ പള്ളിക്കൂടത്തിൽ എന്നെ അക്ഷരം എഴുതിക്കുവാൻ കൊണ്ടുവരുന്നത് വരെ ഞാൻ അമ്മയുടെ വീട്ടിലാണ് വളർന്നത്.
അവധിക്കാലങ്ങളിൽ അമ്മയുടെ വീട്ടിൽ പോകുമ്പോൾ ചന്തയിലമ്മ എന്നെ കൂട്ടിക്കൊണ്ടുപോയിട്ടുള്ള ബന്ധുഗ്രഹങ്ങളും കമ്മലുകൾ വാങ്ങി തന്നിട്ടുള്ളതും വസ്ത്രങ്ങൾ വാങ്ങി തന്നിട്ടുള്ളതും എത്രയും സ്നേഹത്തോടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോകാത്ത ഓർമ്മകളാണ്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അമ്മ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. അത്ര ഹൃദയഭേദകമായൊരു വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, ചന്തയുടെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കഥാകാരി മാധവിക്കുട്ടി അഥവാ കമലാ സുരയ്യ എഴുതിയ ബാല്യകാല സ്മരണകളിലെ അമ്മമ്മയെക്കുറിച്ചാണ് ഓർമ്മ വരിക. കൽക്കത്തയിൽ കഴിഞ്ഞിരുന്ന മാധവിക്കുട്ടി അവധിക്കാലത്ത് പുന്നയൂർക്കുളത്തെ നാലപ്പാട്ട് തറവാട്ടിൽ എത്തുമായിരുന്നു. നാലപ്പാട്ടെ അമ്മുമ്മ ആയിരുന്നു മാധവിക്കുട്ടിയുടെ മുത്തശ്ശിയായ അമ്മമ്മ. അമ്മമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ ധാരാളം അനുഭവിച്ച് വളർന്ന കമല മടങ്ങിപ്പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ വരെ കൂടി വരുന്ന അമ്മമ്മയോട് ചോദിക്കുന്നു, അമ്മമ്മ മരിക്കുമോ എന്ന്. ട്രെയിനിൽ വെച്ച് അച്ഛൻ്റെ മടിയിലിരുന്ന് കരയുന്ന കൊച്ചു കമല അച്ഛനോട് ചോദിക്കുന്നു, അമ്മമ്മ മരിക്കുമോ എന്ന്. അതേ മാനസികാവസ്ഥയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തും ചന്തയിലമ്മയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നത്. എൻ്റെ നാടിൻ്റെ ഓർമ്മകളിലൂടെയാണ് ഞാൻ വളർന്നത്. മൺവഴികളും ഭൂപ്രകൃതിയും അവിടുത്തെ മനുഷ്യരും സ്നേഹബന്ധങ്ങളും ആചാരാനുഷ്ഠാനങ്ങൾ ഉൾക്കൊള്ളുന്ന സാംസ്കാരിക തനിമയും ദൃശ്യ ഗന്ധ രുചി ഭേദങ്ങളുടെ അനുഭവങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ലോകം. ഇതെല്ലാം ചാലിച്ച് ചിത്രം വരച്ചതുപോലെയുള്ള കാഴ്ചാനുഭവങ്ങളും ഓർമ്മാനുഭവങ്ങളുമാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. ആ ഓർമ്മകളൊക്കെ തുടർന്നുള്ള അധ്യായങ്ങളിൽ പങ്കുവയ്ക്കുന്നതാണ്. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.